തേന്മാവിൻ കൊമ്പത്ത് എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് നമ്മുടെ സ്വന്തം സൺ സൂര്യയിൽ. കേട്ടോ, ഇല്ല, നീ ഹോസ്പിറ്റലിൽ ഒന്ന് കിടക്കാൻ പാടില്ല. ഈ ബെഡ്, സൂചി, മരുന്ന്, ഗുളിക, ട്രിപ്സ്, ഇത്ര ചെറുപ്രായത്തില് നീ എന്തുമാത്രം വേദന അനുഭവിക്കേണ്ടി വരുന്നേ, അതെനിക്ക് കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല. എന്റെ മനസ്സ് അത് കാണുമ്പോ വേദനിക്ക്. അല്ലെങ്കിൽ തന്നെ കുറച്ചുനാൾ മുമ്പല്ലേ നീ ബോധം കെട്ട് വീണത്. ഇപ്പൊ വീണ്ടും നിന്നെ ഈ അവസ്ഥയിൽ കാണുമ്പോ എന്റെ ചങ്ക് പൊടിയ മോളെ. എല്ലാം മറക്കണമെന്നാ ഞാനും വിചാരിക്കുന്നത്. പക്ഷെ ഇന്നലെ രാത്രി പെട്ടെന്ന് പേടി തോന്നി. ഞാൻ പിന്നെയും ആ വലിയ കുഴിയിൽ വീഴുന്ന പോലെയും ആ വലിയ പാമ്പ് എന്നെ കൊത്താൻ വരുന്ന പോലെയും ഞാൻ സ്വപ്നം കണ്ടായിരുന്നു. അതുകൊണ്ടാ ഞാൻ പേടിച്ച് കരഞ്ഞെണീറ്റ്. അതിനുശേഷം എന്നെ ഹോസ്പിറ്റലിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. വേണമെന്ന് പറഞ്ഞ് ഏർക്കാടി നടന്നൊക്കെ ഓർമ്മിക്കാൻ ശ്രമിക്കോ? എന്റെ മൈൻഡില് അതെങ്ങനെ വന്നൂന്ന് എനിക്കറിയില്ല. പക്ഷെ അതെങ്ങനെയോ തലേക്കേറി. അതെന്റെ മൈൻഡിന്ന് പോകുന്നില്ല അങ്കിൾ. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും പറ? നോക്കുന്നില്ല, ഇനി മുതൽ നിനക്ക് എങ്ങനെ എന്തെങ്കിലും പേടി വന്നെന്നുണ്ടെങ്കിൽ നീ എന്നെ ഓർത്താ മതി. ഞാനുണ്ട് കൂടെ. ഞാൻ എവിടെയായിരുന്നാലും ഈ സൂപ്പർമാൻ, ഹീമാൻ, സ്പൈഡർമാൻ അവരെയൊക്കെ പോലെ ഓടിച്ചാടി പറന്ന് നിന്റെ അടുത്തെത്തില്ലേ ഈ അങ്കിള്. ഇല്ല മോള്, ഒന്നിനെയും പേടിയില്ലാത്ത ഒരു ധീര വനിതയായിട്ട് വളർന്നു വരണം. ഝാൻസി റാണി, ഇന്ദിരാഗാന്ധി അവരെയൊക്കെ പോലെ നല്ല ബോൾഡായിട്ട് വേണം വളരാൻ. അതൊക്കെ ആരാ അങ്കിൾ? അത് അവരൊക്കെ നമ്മുടെ ചരിത്രത്തിന്റെ ഏടുകളിൽ ഇടം പിടിച്ച ധീര വനിതകളാ. ഞാൻ അവരെ പറ്റിയുള്ള കഥകളൊക്കെ നിനക്ക് ഫ്രീ ടൈമിൽ എപ്പോഴെങ്കിലും പറഞ്ഞുതരാം കേട്ടോ. ശരി അങ്കിൾ. ഒരു മിനിറ്റ് അമ്മ. എന്താടാ? ഒന്ന് വന്നേ, എനിക്കൊന്ന് തനിച്ച് സംസാരിക്കാനാ. എന്താടാ? അമ്മ എന്താ അമ്മേ, ആ സെന്റിമെന്റ്സ് കണ്ട അവിടെ സ്റ്റക്കായിട്ട് നിൽക്കാണോ? അളിയൻ ഇപ്പൊ ഇവിടെ ഉള്ളത് ഓക്കെ, പക്ഷെ ചേച്ചി അവിടെ വീട്ടിൽ പോയേക്ക. അളിയന്റെ അമ്മയും ചേച്ചിയും തമ്മിൽ കണ്ട പിന്നെ കഥ പറയാനുണ്ടോ? അതിനെ പറ്റി അമ്മ ഒന്ന് ആലോചിച്ചായിരുന്നോ? അയ്യോ, ഇപ്പൊ എന്ത് ചെയ്യും അമ്മേ? അയ്യോ, ശരിയാണല്ലോ. അതെ, ഞാൻ ആ കാര്യം മറന്നുപോയല്ലോ. എന്റെ ദൈവമേ, ഇതുവരെ എല്ലാ കാര്യം ഭംഗിയായിട്ട് നടത്തി തന്നു. ഇതിനും കൂടി ഒരു നല്ല ഐഡിയ പറഞ്ഞു തരണേ. ഇതെന്താ അമ്മേ, ദൈവത്തിന് വേറെ ജോലിയൊന്നുമില്ലേ? അമ്മയ്ക്ക് ഐഡിയ തരുന്നത് മാത്രമാണ് പുള്ളിയുടെ ജോലി. എന്തേലും ഒന്ന് വേഗം ആലോചിക്കേ. ചേച്ചി ഇപ്പൊ അവിടെ എത്തും. എടാ, നീ വെറുതെ എന്നെ ഇങ്ങനെ പേടിപ്പിക്കില്ലേ. എടാ, എന്നോട് ആലോചിക്കാൻ പറഞ്ഞിട്ട് നീ ഇങ്ങനെ നിക്കുവാണോ? ആലോചിക്കടാ. എന്താ ചെയ്യാ? എടാ, നല്ലൊരു ഐഡിയ കിട്ടി. നീ ഇവിടെ നിക്ക. പിന്നെ അങ്കിൾ, മോനെ, ഒരു കാര്യം. അല്ല, മോന്റെ അടുത്ത് തനിച്ച് സംസാരിക്കാനുള്ളതാ. എന്താണെങ്കിലും പറഞ്ഞോ അമ്മേ, ഇവിടെ വെച്ച് സംസാരിക്കാലോ. അത് ഇവിടെ വെച്ച് പറയാൻ പറ്റില്ല. മോനൊന്ന് പുറത്ത് വന്നാ നന്നായിരിക്കും. ശരി, മോളോടിരിക്കേ. അങ്കിള് മുത്തശ്ശിയോട് സംസാരിച്ചിട്ട് വരാം. 2 minutes.
ശരി അങ്കിൾ.